ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലയം എന്ന നോവലാണ്. അതിൻ്റെ 9ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയെന്ത് ചെയ്യണമെന്നറിയാതെ ഝാൻസി നോബലിനെ നോക്കി. കുഞ്ഞും കൈയും കാലും ഇളക്കി ഒച്ച വെച്ചു. നോബലൊരു കാര്യം ചെയ്യ്, റഷീദ് നിർദ്ദേശിച്ചു. എൻ്റെ വീട്ടിലേക്ക് വാ. എൻ്റെ ബീബി പ്രസവത്തിന് പോയിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാം. നീയും കുടുംബവും അവിടെ വന്ന് താമസിച്ചാൽ എനിക്കും വല്ലപ്പോഴും ഇത്തിരി ചായാനെത്തി കിട്ടുമല്ലോ. അത് ശരിയാ നോബിളെ, റഷീദിൻ്റെ വീട്ടിലോട്ട് പോ. അവനും അതൊരു സഹായമാവും. ഒരു വീട് മുഴുവൻ ചുമ്മാ കിടക്കുമല്ലേ, മോഹൻ പറഞ്ഞു. നോബിൾ അച്ഛൻ കുഞ്ഞിനെ നോക്കി. അതാണടാ മോനെ സൗകര്യം, അങ്ങോട്ട് വിട്ടോ. അച്ചൻകുഞ്ഞ് പ്രോത്സാഹിച്ചപ്പോൾ നോബിൾ പിന്നെ മടിച്ചു നിന്നില്ല. നോബിളും കുടുംബവും ലോറിത്തെരുവിലെ റഷീദിൻ്റെ വീട്ടിൽ താമസം തുടങ്ങിയെന്ന് സൂസൻ അറിഞ്ഞു. അവർക്ക് വലിയ വിഷമം തോന്നി. താൻ വിളിച്ചിട്ട് അവൻ വന്നില്ലല്ലോ. ഈ വലിയ വീട് വിശാലമായി കിടക്കുമ്പോൾ അവൻ ലോറിത്തെരുവിലെ ഏതോ ഒരുവൻ്റെ ഔദാര്യം തേടിപ്പോയില്ലേ. താൻ കെഞ്ചി വിളിച്ചതല്ലേ. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അമ്മയോടൊരു കലുഷ്യമുണ്ട്. അതുകൊണ്ടല്ലേ സ്വന്തം അമ്മയുടെ സ്നേഹത്തേക്കാൾ ലോറിത്തെരുവിലെ ഏതോ ഒരു സുഹൃത്തിൻ്റെ സൗജന്യം അവൻ അഭ്യുഗാമ്യമായി തോന്നിയത്. കോടീശ്വരനായ തൻ്റെ മകൻ, ഡസൻ കണക്കിന് ബംഗ്ലാവുകൾക്കുടമയായ തൻ്റെ മകൻ, ആരുടെയോ കാരുണ്യത്തിൻ്റെ കൂരക്കീഴിൽ അലച്ചിതത്വത്തിൽ എത്ര നാൾ ഉറങ്ങാൻ കിടക്കുന്നു. എത്ര നാൾ അവനെ അങ്ങനെ അങ്ങ് വിട്ടുകൂടല്ലോ. സൂസൻ അന്ന് തന്നെ റഷീദിൻ്റെ വീട്ടിലെത്തി. അവർ ചെല്ലുമ്പോൾ അച്ഛൻ കുഞ്ഞും സ്ഥലത്തുണ്ടായിരുന്നു. സൂസൻ അവരെ കൂടി വിളിച്ച് നോബലിനൊരു വീടുണ്ടാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. സൂസൻ്റെ മുന്നിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് അച്ഛൻ കുഞ്ഞും റഷീദും നിന്നത്. ഇനി വാടക വീട് വേണ്ട, സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണം, സൂസൻ പറഞ്ഞു. വീട് പണിയാൻ സ്ഥലം വേണ്ടേ, പണം വേണ്ടേ, റഷീദ് ചോദിച്ചു. വീട് പണിയാനുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിക്കാം. സ്ഥലം കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ ലോൺ എടുത്ത് വീട് പണിയാമല്ലോ. സ്ഥലം വാങ്ങാനുള്ള പണം, അച്ഛൻ കുഞ്ഞ് ചോദിച്ചു. തൽക്കാലം ഞാൻ മുടക്കാം. അതൊന്നും വേണ്ട, നോബിൾ പറഞ്ഞു. പണം എൻ്റെ വകയല്ല, നിൻ്റെ എസ്റ്റേറ്റിൽ നിന്നും നിൻ്റെ പണം ഞാനെടുത്ത് തരുന്നുവെന്ന് മാത്രം. നിൻ്റെ പപ്പ നിനക്ക് തന്ന എസ്റ്റേറ്റാണ്. അതിൽ നിന്നും വാങ്ങാൻ നിനക്ക് കുറച്ചിലാണെങ്കിൽ വായ്പയായിട്ട് കരുതിക്കോ. കുറേശ്ശെ തിരിച്ചടച്ചാൽ മതി. അത് നല്ല പരിപാടിയാണ് നോബിളെ. സൗജന്യം പറ്റിയെന്നുള്ള ദണ്ഡവും വേണ്ട, അച്ഛൻ കുഞ്ഞ് അഭിപ്രായപ്പെട്ടു. നോബിൾ ആലോചനയിൽ മുഴുകിക്കൊണ്ട് തന്നെ തലകുലുക്കി. സൂസൻ മടങ്ങിപ്പോയി. സൂസൻ ഉറക്കം വരാതെ ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആരുടെയും അജിതയും എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുകയാണ്. പറയാതെയാണ് പോയത്. സൂസൻ നോബിളിൻ്റെ അടുത്തു നിന്നും തിരിച്ചെത്തിയപ്പോൾ അവരില്ല. നോബിളിൻ്റെ വീടിന് തീ പിടിച്ചത് മുതൽ സൂസൻ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. മനസ്സിലെന്തോ ഒന്ന് ഉൾക്കൊള്ളാനാവാതെ ദഹിക്കാതെ കിടക്കുന്നത് പോലൊരു തോന്നൽ. അതൊരു സ്വാഭാവിക തീപിടുത്തം തന്നെയായിരുന്നു. മറ്റാരുടെയെങ്കിലും ക്രൂരഹസ്തം അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. സൂസന് പിന്നെയും അസ്വസ്ഥത പെരുകിയുള്ളൂ. ചീനാർ എസ്റ്റേറ്റ് വക ഗസ്റ്റ് ഹൗസിൽ വില്യംസും മകൻ ജോയനുമടക്കം ഗൂഢാലോചനക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ മദ്യചഷകങ്ങളും ഭക്ഷണ വിഭവങ്ങളും നിരത്തിയ പ്ലേറ്റുകളുമുണ്ട്. എല്ലാ മുഖങ്ങളും മ്ലാനമായി കാണപ്പെട്ടു. ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. വില്യംസ് ഒരു കവള് മോന്തിയിട്ട് പുറംകൈ കൊണ്ട് തുടച്ചു. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെക്കൊണ്ടും പറ്റും. ഒരു വിജയത്തിൻ്റെ ഉത്തരവാദിയാകാനാണ് വിഷമം, മൈക്കിൾ പറഞ്ഞു. വില്യംസ് മൈക്കിളിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു വർക്ക് എത്ര ഭംഗിയായി ചെയ്താലും അതൊരു പരാജയമായി തീരാം. ഒരു മിഷൻ എത്ര സൂക്ഷ്മമായി പ്ലാൻ ചെയ്താലും പഴുതുകളുണ്ടാവും. 100% പെർഫെക്ഷനും സെക്യൂരിറ്റിയും ഒരു ഓപ്പറേഷനും ഇല്ല. വാർഫ്രണ്ടിൽ നിന്നും മനസ്സിലാക്കിയ പാഠമാണ്. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളും ഒളിയമ്പുകളും വേണ്ട, തിരുത്തലുകളും മാത്രം മതി, വില്യംസ് പറഞ്ഞു. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, മൈക്കിൾ വെളിപ്പെടുത്തി. ഞാൻ പ്ലാൻ ചെയ്തതനുസരിച്ച് ആ വീട്ടിൽ നിന്നും ഒരു കുഞ്ഞു പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു. ഒരിടത്ത് മാത്രമല്ല തീ വെച്ചത്, വീടിന് ചുറ്റോട് ചുറ്റും, അതും പെട്രോൾ തളിച്ചിട്ട്.
വാതിൽ തുറന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പുറമേ നിന്നും വാതിലിൻ്റെ ബോൾട്ടിട്ട് നീക്കുകയും ചെയ്തു. ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ തന്നെ തീ എല്ലായിടത്തും പടർന്നു പിടിച്ചു. അതൊരു നല്ല ലക്ഷണമായിരുന്നു. തീപിടുത്തം ഉണ്ടായ ഉറങ്ങിക്കിടക്കുന്നവർ ശ്വാസം മുട്ടിയെ ഉണരും. ഉണരുമ്പോൾ എല്ലായിടത്തും പുകയുണ്ടായി. ശ്വാസവും മാത്രമല്ല, കാഴ്ചയുമില്ല. ദിക്കുകളെപ്പറ്റിയും ബോധമൊന്നും ഉണ്ടാവില്ല. സ്വയം രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവൻ എങ്ങനെ ആ വാതിലും തകർത്ത് അവളെയും കുഞ്ഞിനെയും കൊണ്ട് ചാടി രക്ഷപ്പെടും എന്നോർത്തിട്ട് എനിക്കിപ്പോഴും അത്ഭുതം തീർന്നിട്ടില്ല. വില്യംസ് പറഞ്ഞു നിർത്തി. അവൻ്റെ ആയുസിൻ്റെ ബലം, മൈക്കിൾ പറഞ്ഞു. അവൻ്റെ മാത്രമല്ല, ആ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും. അല്ലെങ്കിൽ തന്നെ അവനൊരു അസാധ്യ സാധന. ആപത്തുകളിൽ നിന്നും ഊരിപ്പോരാൻ ഒരു പ്രത്യേക കഴിവും കരുത്തുമുണ്ട് ജന്മന അവന്. അരുണിൻ്റെ അങ്കിളും ഗ്രാൻഡ് ഫാദറുമൊക്കെ ഗുണ്ടകളെ കൂട്ടുവിളിച്ചുകൊണ്ട് പഠിച്ച പണി 18 പയറ്റി നോക്കിയതല്ലേ പണ്ട്. എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെട്ടിരിക്കും, മീൻ വഴുതിപ്പോകുന്നത് പോലെ. കഴിവുകൊണ്ടൊന്നല്ല, കേവലം ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. വില്യംസ് ഡോണിൻ്റെ വാദം ഖണ്ഡിച്ചു. അവൻ ആ വേലക്കാരിപ്പെണ്ണിനെ രക്ഷിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ, അവൾ പച്ചയ്ക്ക് കത്തിത്തീർന്നില്ലേ. എന്തായാലും ഇനി സൂക്ഷിക്കണം, കരുതി വേണം നിങ്ങൾ, ഡോൺ മുന്നറിയിപ്പ് നൽകി. അതുപോലെ തന്നെ മനുഷ്യനെ പച്ച ജീവനോട് ചുട്ടുകരിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. അത്രയും ക്രൂരത നമുക്ക് വേണ്ട. നമുക്ക് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആളുകളെ കൊല്ലുന്നത് തന്നെ ക്രൂരതയാണ്, അതേത് മാർഗം ഉപയോഗിച്ചാൽ പോലും, വില്യംസ് പറഞ്ഞു. കൊല്ലാൻ തീരുമാനിച്ചാൽ കൊല്ലുക, അത്രയേ ഉള്ളൂ. അത് ചുട്ടുകരിച്ചാണോ വെടിവെച്ചാണോ കത്തിക്ക് കുത്തിയാണോ എന്നതൊന്നും വിഷയമല്ല. എന്തായാലും തൽക്കാലം സാഹസത്തിനൊന്നും മുതിരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം, ഡോൺ പറഞ്ഞു. അത് ശരിയാ, അരുൺ അഭിപ്രായപ്പെട്ടു. ആ തീപിടുത്തത്തിൽ മമ്മയ്ക്കെന്തോ സംശയമുള്ളതുപോലെ തോന്നി. അതിലെന്തോ ചതിയുണ്ടെന്ന് ചിലപ്പോൾ പറയുന്നത് കേൾക്കാം. തെളിവില്ലാത്തത് കൊണ്ടാണ് മമ്മ അടങ്ങിയിരിക്കുന്നത്. എന്നെ ചിലപ്പോൾ സൂക്ഷിച്ചൊരു നോട്ടം നോക്കും. ഒരു തവണ ചോദിക്കുക, ആ തീപിടുത്തത്തെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താണെന്ന്. അതോ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ തറച്ചു നോക്കിക്കൊണ്ട്. കള്ളി വെളിച്ചത്തായോ എന്ന് ഞാൻ പലവട്ടം ഭയന്നതാ. തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉചിതമെന്ന് എൻ്റെ അഭിപ്രായം. മൈക്കിളും അതിനോട് അനുകൂലിച്ചു. സൂസന് നമ്മളെ സംശയം തോന്നും വിധം എന്തെങ്കിലും സംഭവിച്ചാൽ സകല പദ്ധതികളും പൊളിയും. നോബലിന് എന്തെങ്കിലും ആപത്ത് വരുന്നത് അവർക്ക് സഹിക്കില്ല. അരുണിപ്പോഴുള്ള സ്ഥാനം കൂടി നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളെല്ലാം എങ്ങനെയെങ്കിലും കുടുക്കിലാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് പാതകം ചെയ്താലും അവർക്ക് യാതൊരു സംശയവും ഉണ്ടാവരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. ചെയ്യുന്ന പ്രവൃത്തി വിജയിപ്പിക്കുക എന്നത് രണ്ടാമതേ വരുന്നുള്ളൂ. വില്യംസ് ഒന്ന് മൂളി. ഞാനൊരു പദ്ധതി ആലോചിച്ച് വരുന്നുണ്ട്. അത് പ്രായോഗികമാക്കാൻ കുറച്ച് സമയമെടുക്കും. അത്രയും കൂടി അവൻ ജീവിച്ചോട്ടെ. എന്താണ് തൻ്റെ മനസ്സിലുള്ള പ്ലാനെന്ന് വില്യംസ് പറഞ്ഞില്ല. നോബലിന് വീട് വയ്ക്കാൻ പറ്റിയ പ്ലോട്ട് കണ്ടുപിടിച്ചത് സൂസനായിരുന്നു. അത് വാങ്ങാനുള്ള പണം സൂസൻ ജാൽസിയെ ഏൽപ്പിച്ചു. സ്ഥലത്തിൻ്റെ ഈടുമേൽ ലോണെടുത്ത് വീടുപടി പണിയാനുള്ള ഒത്താശകളും സൂസൻ തന്നെ ചെയ്തു കൊടുത്തു. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ഒരു ചെറിയ വീട് മതിയെന്നായിരുന്നു നോബലിൻ്റെ അഭിപ്രായം. അതിനനുസരിച്ച് പണിയും തുടങ്ങി. ലോറിത്തെരുവിലെ നോബലിൻ്റെ സുഹൃത്തുക്കൾ പ്രതിഫലമൊന്നും വാങ്ങാതെ വീട് പണിയിൽ തങ്ങളാലാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടായി. 2 മാസത്തിനുള്ളിൽ വീട് പണി തീർത്ത് നോബലും കുടുംബവും പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചു. തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നോബൽ ചെറിയ തോതിലൊരു ചായ സൽക്കാരം നടത്തുകയുണ്ടായി. സൽക്കാരവേളയിൽ ശിവൻകുട്ടി പറഞ്ഞു, നീ താമസിച്ച വാടക വീട് കത്തിപ്പോയത് നിൻ്റെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതിയുടെ നോബിളെ. നിനക്കിപ്പോൾ ചെറുതാണെങ്കിലും ഭംഗിയുള്ളൊരു വീട് കിട്ടിയില്ലേ, സ്വന്തം വീട്. പക്ഷെങ്കിൽ സൽക്കാരം മോശമായിപ്പോയി. പറയാതിരിക്കാൻ വയ്യ നോബിളെ. ബ്രാൻഡിയും വിസ്കിയും ഒന്നും വേണ്ട, പോട്ടെ ഇത്തിരി ചാരായം, അതല്ലെങ്കിൽ ഓരോ കോപ്പ കള്ളെങ്കിലും, വർഗീസ് പറഞ്ഞു. മാനസാന്തരണപ്പെട്ട് പുണ്യാളച്ചനായിപ്പോയി നോബിള്. ഇന്ന് ചായയെങ്കിലും കിട്ടി. അടുത്ത തവണ ആട്ടുംപാലായിരിക്കും. കള്ളും ചാരായമൊക്കെ വീട്ടിലാണോടാ, നോബിള് പറഞ്ഞു. കള്ളു വേണ്ട ഒരു ഷാപ്പിലോട്ട് വാ, വയറ് നിറയെ വാങ്ങിത്തരാം. ഇതൊക്കെ ധാരാളം മതിയുടെ നോബിളെ, ശിവൻകുട്ടി പറഞ്ഞു. കള്ളും ചാരായമൊക്കെ നമ്മളിന്ന് മാത്രം കുടിച്ചിരിക്കുന്നു. പുതിയ വീടും പരിസരവും എല്ലാം ജാൻസിക്ക് ഇഷ്ടമായി.
ജീവിതം അലലില്ലാതെ ഒഴുകുകയാണ്. സന്തുഷ്ടിയും സംതൃപ്തിയൊക്കെ ഉണ്ട്. താൻ ആശിച്ചതിനേക്കാൾ ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന പോലെ അവൾക്ക് തോന്നി. ഇനി അതിമോഹങ്ങളൊന്നും വേണ്ട. സ്നേഹസമ്പന്നനായ ഭർത്താവ്, മകൻ, സ്വന്തമായ ഒരു വീട് മതി. ഇഞ്ചപ്പാറക്കാരൻ ചായക്കടക്കാരൻ ചാക്കോച്ചേട്ടൻ്റെ മകൾക്ക് അരക്ഷിതത്തിലും അനിശ്ചിതത്തിലും കിടന്ന് നട്ടം തിരിഞ്ഞ പാവം പെൺകിടാവിന് അരപ്പട്ടിണിയും കഠിനയാതനയും പേടി സ്വപ്നങ്ങളും മാത്രം കൂട്ടുണ്ടായിരുന്ന അനാഥയ്ക്ക് ഇത് തന്നെ ധാരാളം. സുസൻ 2 ആഴ്ചയിൽ 2-3 തവണ നോബലിൻ്റെ വീട് സന്ദർശിക്കാനെത്തുമായിരുന്നു. അപ്പുവാണ് അവരുടെ ദൗർബല്യം. അവൻ വളരുകയാണ്. പതുക്കെ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ അമ്മ, അപ്പ എന്നെല്ലാം വിളിക്കാനും തുടങ്ങിയിരിക്കുന്നു. എന്നെ മോൻ മുത്തശ്ശിന്ന് വിളിച്ചാൽ മതി. എനിക്കതാ ഇഷ്ടം. അവന് പറഞ്ഞു കൊടുത്ത് നിർബന്ധിച്ച് വിളിപ്പിക്കുകയും ചെയ്യും. മുത്താച്ചി, മുത്താച്ചി എന്നവൻ കൊഞ്ചി വിളിക്കും. വിലപിടിച്ച കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും ഒക്കെ സൂസൻ അവന് വാങ്ങിക്കൊടുക്കും. ഇക്കാര്യം പറഞ്ഞ് നോബിളും സൂസനും ഒരിക്കൽ ഇടഞ്ഞു. നോബിളിന് കൈ നിറയെ കാശ് കിട്ടിയ ദിവസമായിരുന്നു. ഷാപ്പിൽ കയറി ഒരു കുപ്പി കള്ളടച്ചു. ജൗളിക്കടയിൽ കയറി അപ്പൂന് ഉടുപ്പും ചെറിയ ഏതാനും കളിപ്പാട്ടങ്ങളും വാങ്ങി. ജാൻസിക്ക് വില കുറഞ്ഞ ഒരു സാരിയും. അതുമായി വീട്ടിൽ ചെന്നപ്പോൾ സൂസൻ ഫെർണാണ്ടസ് അവിടെയുണ്ട്. കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. വില പിടിച്ച പുത്തനുടുപ്പുകളാണ് അപ്പു അണിഞ്ഞിരിക്കുന്നത്. കീ കൊടുത്താൽ ചൂളം പിടിച്ചോടുന്ന തീവണ്ടിയും ഇരമ്പുന്ന വിമാനവും ചുവന്ന ലൈറ്റ് കത്തുന്ന ആംബുലൻസും ഒക്കെ ഉണ്ട് അവൻ്റെ മുന്നിൽ. നോബിൾ താൻ വാങ്ങിക്കൊണ്ടുവന്ന ഉടുപ്പും കളിപ്പാട്ടങ്ങളും അവനെ ഏൽപ്പിച്ചു. ഉടുപ്പ് ആകെ ഒന്ന് നോക്കിയിട്ട് അവൻ തട്ടിമാറ്റി. നോബിൾ വാങ്ങിക്കൊടുത്ത വില കുറഞ്ഞ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളെ അവൻ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവൻ അണിഞ്ഞിരുന്ന ഉടുപ്പിൻ്റെ സ്വർണ്ണ നിറമുള്ള മിന്നുന്ന ബട്ടൺ നോബിളിനെ തൊട്ട് കാണിച്ചു. ഇതിനെന്താ വിലയാ? നോബിൾ വാങ്ങിയ ഉടുപ്പ് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് ജാൻസി ചോദിച്ചു. 45 രൂപ. 35 രൂപയുടെ ഉടുപ്പാണ് അവനിട്ടിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയല്ലേ? നോബിളിൻ്റെ മുഖം മങ്ങി. ജാൻസി അകത്തുനിന്ന് ഒരു സാരി എടുത്തുകൊണ്ടുവന്ന് നോബിളിനെ കാണിച്ചു. അമ്മ തന്നതാ, 700 രൂപ വില. നോബിൾ തൻ്റെ കയ്യിലിരുന്ന സാരി പാക്കറ്റ് മേശപ്പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് സൂസൻ്റെ നേർക്ക് തിരിഞ്ഞു. അമ്മ ദൈവത്തെ ഓർത്ത് വില പിടിച്ച സമ്മാനങ്ങളൊന്നും ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരല്ലേ? അതൊക്കെ അമ്മയുടെ ദത്തുപുത്രനും കുട്ടികൾക്കും മക്കൾക്കും കൊടുത്താൽ മതി. ഇവിടെ വേണ്ട. സൂസൻ അമ്പരന്ന് അവനെ നോക്കി. ഇത്ര പൊട്ടിത്തെറിക്കാൻ എന്തുണ്ടായി? ജാൻസിയും പരിഭ്രമിച്ചു പോയി. എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഉടുപ്പുകളിട്ട് കളിപ്പാട്ടം കൊണ്ട് കളിച്ചു വളർന്നാൽ മതി എൻ്റെ മകൻ. വലിയ ബംഗ്ലാവിലല്ല അവൻ ജനിച്ചതും വളരുന്നതും. ഒരു ലോറി ഡ്രൈവറുടെ മകനായിട്ടാണ്. ഞാൻ എൻ്റെ കൊച്ചുമകന് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തതിനാണോ നിനക്ക് ഇത്ര ദേഷ്യം? സൂസൻ ചൊടിച്ചു. അമ്മ കണ്ടോ, ഞാൻ എൻ്റെ കൈവെള്ള പൊട്ടിച്ചു കാശുണ്ടാക്കി മേടിച്ച സാധനങ്ങൾ അവൻ തള്ളിക്കളഞ്ഞത് കണ്ടോ? ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അവന്. അവൻ്റെ അപ്പൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനം കാശിന് കൊള്ളാത്തതാണെന്ന് അവന് മനസ്സിലായി. തൊട്ടപ്പുറത്ത് വില പിടിച്ചത് കിടക്കുന്നു. ഞാനോ പകലന്തിയോളം പരുവപ്പെട്ട് ജോലി ചെയ്ത് ഭാര്യയ്ക്ക് കുഞ്ഞിനും ഉണ്ണാനും ഉടുക്കാനും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചുമ്മാ കടമ തീർക്കാനല്ല. റേഷനരി ആണെങ്കിലും അവർ തൃപ്തിയോടെ ഉണ്ണുന്നത് എനിക്ക് കാണാം. റേഷൻ തുണി വാങ്ങിക്കൊടുത്താലും അവർ സന്തോഷത്തോടെ ഉടുക്കുന്നത് എനിക്ക് കാണാം. വില കുറഞ്ഞതാണെങ്കിലും ഞാൻ അധ്വാനിച്ചത് കാശുകൊണ്ട് മേടിച്ച കളിപ്പാട്ടം കൊണ്ട് എൻ്റെ മോൻ കളിക്കുന്നത് എനിക്ക് കാണാം. അതാ എൻ്റെ ഒരു സന്തോഷം. ഇതുപോലെ വില പിടിച്ച സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്ത അമ്മയോട് മത്സരിക്കാൻ എനിക്ക് പറ്റുകയില്ല. ലോറി ഡ്രൈവറാണ് ഞാൻ. സൂസന് ദേഷ്യവും സങ്കടവും വന്നു. അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ജാൻസിയുടെ നിൽപ്പും പരിഭ്രമവും കണ്ടപ്പോൾ ഒന്നും പറയാൻ തോന്നിയില്ല. ഒന്നും മിണ്ടാതെ അവരിറങ്ങി നടന്നു. പിണങ്ങിപ്പോയതാണെന്ന് ജാൻസിക്ക് മനസ്സിലായി. നോബിള് അവളുടെ നേർക്ക് തിരിഞ്ഞു. പളപള മിന്നുന്ന വില പിടിച്ച സാരി ഉടുപ്പും കണ്ടപ്പോൾ നിന്റെ കണ്ണഞ്ചിപ്പോയി അല്ലടി. ലോറിക്കാരൻ നോബിൾ വാങ്ങിത്തരുന്ന തുണിയൊക്കെ കൈക്കിലെ പിടിക്കാനേ കൊള്ളൂന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ? ജാൻസി ഒന്നും മിണ്ടാൻ പോയില്ല. എതിര് പറഞ്ഞ ചാടിക്കടിക്കാൻ വരുമെന്ന് ശീലം കൊണ്ടറിയാം. നോബിൾ അകത്ത് കയറി ഷർട്ട് ഊരിയിട്ടു. വീണ്ടും തിരികെ ജാൻസിയുടെ അടുത്ത് വന്നു. പണ്ട് ഞാൻ ചീട്ടിത്തുണി കൊണ്ടൊരു പുള്ളിപ്പാവാട തയ്പ്പിച്ചുകൊണ്ട് വന്നു. അത് തന്നപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞ ഇഞ്ചപ്പാറക്കാരി പെണ്ണ് തന്നെയല്ലടി ഇപ്പോഴും നീ. അല്ലേ? ചായക്കടക്കാരൻ ചാക്കോച്ചേട്ടൻ്റെ മോള്. അത് മറന്നോടി നീ. ജാൻസിയുടെ കണ്ണ് നിറഞ്ഞു. അവൾ കരയാനായി വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി.
രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും നോബിളിൻ്റെ മുഖം കനത്തു തന്നെയായിരുന്നു. അപ്പു ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജാൻസി നോബിളിൻ്റെ വലതുവശത്തേക്ക് തിരിഞ്ഞു. വലതുകരം കൊണ്ട് അവൻ്റെ നെഞ്ചിന് മീതെ വെച്ചു. ഇപ്പോഴും എന്നോട് വഴക്കാണോ? അവൾ പതുക്കെ ചോദിച്ചു. നോബിൾ മിണ്ടിയില്ല. ഞാനെന്ത് ചെയ്തിട്ട് എന്നോട് ദേഷ്യം? അമ്മ ഓരോ സമ്മാനങ്ങളാണ് കൊണ്ടുവരുന്നത്. എൻ്റെ തെറ്റാ? നീ 2 കൈ നീട്ടി വാങ്ങിക്കാൻ നിന്നിട്ട്, നോബിള് പാരുഷ്യത്തോടെ പറഞ്ഞു. അതിൻ്റെ പളവളപ്പും മിന്നിപ്പും കണ്ടിട്ടല്ല ഞാനത് 2 കൈ നീട്ടി വാങ്ങിക്കുന്നത്. അതൊക്കെ വില പിടിച്ച സാരിയും സാധനങ്ങളുമായിട്ടല്ല ഞാൻ കാണുന്നത്. ഒരുപാട് വിലയുള്ള സ്നേഹമായിട്ടാണ്. എൻ്റെ മരിച്ചുപോയ അമ്മ എനിക്ക് തരുന്ന സ്നേഹത്തെപ്പോലെ അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ. ജാൻസിയുടെ ഒച്ചയിടറി. എത്ര വില കുറഞ്ഞതായാലും എൻ്റെ ചട്ടമ്പി വാങ്ങിത്തരുന്ന സാരി എടുക്കുന്നതാണ് എനിക്കിപ്പോഴും ഇഷ്ടം. സന്തോഷം. എൻ്റെ കണ്ണിൽ അതിനോളം വില ലോകത്തൊന്നിനുമില്ല. പണ്ട് ചട്ടമ്പി തയ്പ്പിച്ചു കൊണ്ടുവന്നു തന്ന ആ പുള്ളിപ്പവാട നിധി പോലെ വാങ്ങിയ അതേ ഇഞ്ചക്കാരി ജാൻസി തന്നെയാണ് ഇപ്പോഴും ഞാൻ. അതേ സന്തോഷത്തോടെയാണ് ഇപ്പോഴും ചട്ടമ്പി തരുന്നതെല്ലാം ഞാൻ വാങ്ങുന്നത്. ഞാനതൊന്നും മറക്കുകയില്ല ഒരിക്കലും. ഗദ്ഗതത്തോടെ അവൾ നിർത്തി. അതെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഞാൻ. നോബിൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും കാലം എനിക്ക് ആരുമില്ലായിരുന്നു. ഇപ്പം എനിക്ക് നീയുണ്ട്, മോനുണ്ട്, ഒരു വീടുണ്ട്. പണ്ടെനിക്ക് തിന്നണം, കുടിക്കണം, ഇറങ്ങണം, അതല്ലായിരുന്നോ ജീവിതം? ഞാനിന്ന് വലിയ സന്തോഷത്തിൽ വാങ്ങിച്ചോണ്ട് വന്ന ഉടുപ്പുകളും കളിപ്പാട്ടമൊക്കെ ഒരു വിലയില്ലാത്ത പോലെ തള്ളിക്കളയുന്ന കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് നിങ്ങൾ സന്തോഷിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പണിയെടുക്കുന്നതും ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതൊക്കെ. അപ്പോൾ കുഞ്ഞല്ലേ, അവനെ വല്ലതും അറിയാമോ? ഓ, ഞാനന്നേരം അതൊന്നും ഓർത്തില്ല. മോശമായിപ്പോയി അല്ലേ? എനിക്ക് അപ്പോഴപ്പം മനസ്സിൽ തോന്നുന്ന പോലെ പെരുമാറാൻ അറിയത്തുള്ളേ. അതാ എൻ്റെ ഒരു കുഴപ്പം. ഞാൻ അങ്ങനെയല്ലേ ജീവിച്ചേ, അതുകൊണ്ടാ. മതി, ചട്ടമ്പി അങ്ങനെ പെരുമാറിയാൽ മതി. മനസ്സിൽ തോന്നുന്നത് മറച്ചു വയ്ക്കാതെ. എനിക്കതാ ഇഷ്ടം. അവൾ കണ്ണീരോടെ ആളുടെ നെഞ്ചിൽ മുഖമമർത്തി. അധ്യായം 15. ജാൻസി വീണ്ടും ഗർഭിണിയായി. മടിച്ചാണ് അവൾ ഈ കാര്യം നോബിളിനെ അറിയിച്ചത്. ഇപ്പോഴിത് വേണ്ടായിരുന്നു എന്നൊരു കുറ്റബോധമുള്ളതുപോലെ. വിവരം അറിഞ്ഞപ്പോൾ നോബിൾ പറഞ്ഞു, പോരട്ടെ, അങ്ങനെ ഓരോരുത്തരായിട്ട് പോരട്ടെ, ഒരു ഡസൻ ആയിക്കോട്ടെ. ജാൻസിക്ക് ചിരി വന്നു. തമ്പുരാനെ, 12 എണ്ണം എങ്ങനെ ചെലവിനുണ്ടാക്കി കൊടുക്കും? അതൊക്കെ എങ്ങനെയെങ്കിലും അങ്ങ് നടന്നു പോവടി. 10 ആണും 2 പെണ്ണും, അത്രയും മതി. നോബിളിൻ്റെ മക്കൾ തന്നെ വേണം ഒരു പട. ചേട്ടനനിയന്മാർ 10 കൂടി ലോറിത്തൊരുവിലേക്ക് ഇറങ്ങിയാൽ ഒരുത്തനും കോടി ചോദിക്കാൻ വരരുത്. എനിക്കെൻ്റെ വയസ്സുകാലത്തും ഒരുത്തൻ്റെ മുമ്പിലും കൂഞ്ഞാതെ തലപൊക്കി പിടിച്ച് നടക്കാം. ആളുകൾ പറയും, ആ പോകുന്നത് നോബിളാ. ഇപ്പോൾ തണ്ടും തടി ആരോഗ്യമൊക്കെ പോയി. എന്നാലും നോബിളിനോട് കളിക്കാൻ പോകലേ, അവന് തകലിന് പുകലിന് ആൺമക്കൾ 10 കഷ്ണമാക്കി കളയുന്നു. നടക്കും. ആദ്യത്തെ സിസേറിയനായിരുന്നുകൊണ്ട് ഇനി 1 തവണ കൂടിയേ പറ്റൂ, കൂടിയാ 2 തവണ. അങ്ങനെയുണ്ടോ? പിന്നെ അല്ലാതെ. അത് കഷ്ടമായിപ്പോയല്ലോ. ജാൻസി ഗർഭിണിയാണെന്ന വിവരം സൂസൻ അറിഞ്ഞു. അവർ ജാൻസിയോട് പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ച് കഴിയുമ്പോൾ അപ്പൂനെ എനിക്ക് തന്നേക്ക്. ഞാൻ ഒറ്റയ്ക്കല്ലേ, അല്ലെങ്കിലും 2 കുഞ്ഞുങ്ങളെ നോക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. ജാൻസി മന്ദഹസിച്ചു. സമ്മതമാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. നോബിളുമായി പിണങ്ങിയ ശേഷം കുറച്ചു നാളായി അകന്നു നിൽക്കുകയായിരുന്നു സൂസൻ ഫെർണാണ്ടസ്. പക്ഷെ തൻ്റെ മനസ്സിലെ കുതികൊള്ളുന്ന സ്നേഹത്തെ ദീർഘനാൾ പിടിച്ചു നിർത്താൻ അവർക്കായില്ല. കുറച്ച് നാളായിട്ട് അമ്മയെ കാണാത്തതിൽ ജാൻസിക്കും വിഷമമുണ്ടായിരുന്നു. അമ്മ പിണങ്ങിപ്പോയതാണെന്നും ഇനി വരില്ലെന്നും അവൾ കരുതിയിരുന്നു. അതവൾ സൂസനോട് തുറന്നു പറയുകയും ചെയ്തു. സൂസനെ കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. സൂസൻ്റെ സാമീപ്യം ജാൻസിയിൽ വളരെ സുരക്ഷിത ബോധം ഉണ്ടാക്കിയിരുന്നു. തനിക്കോ നോബിളിനോ എന്തെങ്കിലും ആപത്ത് പിണഞ്ഞാൽ രക്ഷിക്കാൻ ഒരാളുണ്ടെന്ന വിശ്വാസം. എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ നല്ല നേരം നോക്കണോ എന്നൊരു ഒഴിവ് പറഞ്ഞുകൊണ്ടാണ് സൂസൻ കയറി വന്നത്. അവൻ വല്ലതുമൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് പിണങ്ങാൻ എനിക്കതിന് നേരമില്ല മോളെ. അത് ശരിയാ,
ജാൻസി സൂസനെ പിന്താങ്ങി. പക്ഷെ സൂസൻ അപ്പൂന് കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിക്കൊണ്ടുവരികയുണ്ടായിരുന്നില്ല. നോബിള ഭയന്നിട്ടായിരുന്നു അത്. ജാൻസി പൂർണ്ണ ഗർഭിണിയായതോടെ വീട്ടുജോലികളുടെ കാര്യം പരുങ്ങല്ലായി. ആരുമില്ല സഹായത്തിന്. ചില ദിവസങ്ങളിൽ പകൽ സമയം മുഴുവൻ സൂസൻ വന്നു നിൽക്കും. അപ്പൂന് ചിലപ്പോൾ ചില സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. അവനെ ജാൻസി എടുത്തുകൊണ്ട് നടക്കണം, ജാൻസിയുടെ മടിയിൽ കയറിയിരിക്കണം, ജാൻസിയുടെ തോളിൽ കയറണം. സൂസൻ ഉണ്ടെങ്കിൽ അവൻ്റെ ശ്രദ്ധ തിരിച്ചു കൊടുത്തുകൊണ്ട് പോയിക്കോളും. ഒരു ദിവസം രാവിലെ വന്ന സൂസന് ഉച്ചയ്ക്ക് തിരിച്ചു പോകേണ്ട അത്യാവശ്യമുണ്ടായി. അപ്പൂവിൻ്റെ മുത്തശ്ശിയുടെ കൂടെ പോകണം. അതിന് കരച്ചിലായി. വിട്ടിട്ട് പോയ ജാൻസി പിന്നെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും ആശ്വസിപ്പിക്കാൻ. അതിനായി സൂസൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സന്ധ്യയ്ക്ക് നോബിൾ വരുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് വിട്ടോളാമെന്ന് കരാറിൽ. ജാൻസി അത് സമ്മതിക്കുകയും നിർവാഹമുള്ളായിരുന്നു. സൂസൻ അന്ന് സന്ധ്യയ്ക്ക് മുൻപേ അപ്പുവിനെ കൊണ്ടുവന്ന് വിടാൻ പറ്റിയതുമില്ല. നോബിൾ അന്ന് പതിവിലും നേരത്തെ വീട്ടിലെത്തുകയും ചെയ്തു. അപ്പുവിടെ വന്നയുടൻ അയാൾ ജാൻസിയോട് ചോദിച്ചു. അമ്മ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലേക്ക്. നോബിളിൻ്റെ മുഖം ചുവന്നു. എന്തിനയച്ചു? അമ്മയുടെ കൂടെ എന്തിനയച്ചു? അതോ എന്നോട് ചോദിക്കാതെ? അവൻ ഭയങ്കര വഴക്കായിരുന്നു. സഹികെട്ട അമ്മ അവനെ കൊണ്ടുപോയത്. സഹികെട്ടുന്നോ? മോനെ നോക്കാൻ പറ്റുകയില്ലെങ്കിൽ ആ വിവരം പറയടി. വല്ല അനാഥാലയത്തിലും ഏൽപ്പിക്കാൻ വളർത്താൻ. സന്ധ്യയ്ക്ക് മുമ്പ് കൊണ്ടുവന്ന് വിട്ടേക്കാമെന്ന് പറഞ്ഞാൽ പോയത്. അത് ശരി. അപ്പോൾ എത്ര ദിവസമായി ഈ ഒളിച്ചുകളി തുടങ്ങിയിട്ട്? 5-6 ദിവസമായി. ജാൻസിക്ക് കരച്ചിൽ വന്നു. നിനക്കെന്നാടി വലിയ ദേഷ്യം? നമ്മുടെ പിള്ളേർ നമ്മുടെ വീട്ടിൽ വളർന്നാൽ മതി. ചട്ടമ്പിയുടെ വീട്ടിലായിരിക്കും ചട്ടമ്പി വളർന്ന്. അവൾ ഏങ്ങലടിച്ചു. സൂസൻ അപ്പൂനെയും കൊണ്ട് കയറി വരുന്നുണ്ടായിരുന്നു. രംഗം കണ്ടപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലായി. ജാൻസി കരയുകയാണ്. നീ അവളെ തല്ലിയോടോ? തല്ലണ്ടല്ലോ, നോക്കിയാൽ മതിയല്ലോ മോങ്ങാൻ. ഞാൻ മോനെ കൊണ്ടൊന്ന് കൊണ്ടുപോയതിനാണോ വഴക്കും വെക്കാണോ? അതെ. അമ്മയോട് ആര് പറഞ്ഞു അപ്പൂനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ? ദേ കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഒട്ടും തേഞ്ഞു പോയിട്ടില്ല. എനിക്കിഷ്ടമല്ല അത്. എങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. സൂസനും ദേഷ്യം വന്നു. ഒന്നുകിൽ നീ ഇവൾക്ക് സഹായത്തിന് അപ്പൂനെ നോക്കാനുമായിട്ട് ആരെങ്കിലും ഏർപ്പാടാക്കി കൊടുക്ക്. പെണ്ണുങ്ങൾക്ക് പ്രസവം എടുക്കുമ്പോഴത്തെ വിഷമതകളൊന്നും നിങ്ങൾ ആണുങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അറിയത്തുമില്ല. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.